ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ഓഫീസിൽ നിന്ന് പോയ ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ പോയത് വേറെ എവിടേക്കുമല്ല, എറണാകുളത്തേക്കാണ് പോയത്. ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു. ഞങ്ങൾ കാലത്ത് ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു രാത്രി ഒരു 11-12 മണി ആയപ്പോഴാണ് തിരിച്ചെത്തിയത്. ആദ്യം ഞങ്ങൾ പോയത് ഞാറക്കൽ ബീച്ചിലേക്കാണ്. അടിപൊളി വ്യൂ ആയിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സാണ്. ഈ ബീച്ച് സൈഡിൽ ഞങ്ങൾ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ഫിഷ് ഫാമിലേക്കാണ്. ഞാറക്കിലുള്ള ഒരു ഫിഷ് ഫാമിലേക്കാണ് പോയത്. ഈ റെഡ് ബനിയനിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ബ്രാഞ്ച് ഹെഡാണ്. സാറ് വളരെ സപ്പോർട്ടീവാണ്. ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞാറക്കൽ എന്ന സ്ഥലത്ത് തന്നെയുള്ള ഒരു പാർക്കിലോട്ടാണ്. ഇവിടെ നിറയെ ചെടികൾ, കണ്ടൽക്കാട് അങ്ങനെയൊക്കെയുള്ള ഒരു പാർക്കാണ്. ഇതിപ്പോൾ അധികം വൃത്തിയൊന്നുമില്ല, കൊതുകുകളൊക്കെ ഉണ്ട് ഈ സമയത്ത്, മഴക്കാലമായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. എന്നിട്ട് ഞങ്ങൾ നേരിട്ടിട്ട് ഫിഷ് ഫാമിലോട്ടാണ് പോയത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരിട്ട് ഞങ്ങൾ ഫാമിലോട്ടാണ് വെച്ച് പിടിച്ചത്. ഇപ്പം ഞങ്ങൾ ഞാറക്കൽ ഫിഷ് ഫാമിലെത്തി. ഇത് എൻ്റെ ഫ്രണ്ട് കൃഷ്ണപ്രിയാണ്. അപ്പം ഞങ്ങൾ എന്തൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ട്, എന്താ പറയണേന്ന് പോലും ഇപ്പോൾ ഓർമ്മയില്ല. അപ്പം ഞങ്ങൾ ആ സമയമായപ്പോഴേക്കും അവിടെ ഏകദേശം ഉച്ചഭക്ഷണമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചും കൂടി ഇതാണ് ഗൈസ് അവിടുത്തെ ഫുഡ്, ഒരു രക്ഷയില്ലായിരുന്നു. ഇതവർ പറഞ്ഞത് പൂമീൻ എന്നാണ് പറഞ്ഞത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വറുത്ത മീനായാലും വെച്ച കറി ആയാലും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഊണ് അടിപൊളിയായിരുന്നു. ഇത്ര നല്ലൊരു ഫിഷ് സദ്യ ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അത് കൂടാതെ തന്നെ ചെമ്മീൻ ഫ്രൈ, കക്ക ഫ്രൈ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ ആടിയിട്ട് ബോട്ടിൽ പോയതെന്ന് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരു 5 പേർക്ക് 500 രൂപ അങ്ങനെയാണ്, അതായത് ഓരോരുത്തർക്കും 100 രൂപ വെച്ചിട്ട് അങ്ങനെയായിരുന്നു. ഒരു ട്രിപ്പിന് 500 രൂപ, 5 പേര് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെയായിരുന്നു അതിൻ്റെ റേറ്റിംഗ് വരുന്നത്. ഇത് ഞങ്ങൾ ഞാറക്കൽ ബീച്ചിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇത് ഞാൻ പറക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൈൻ്റെ ഒരു പൂ പോലെ ഉണ്ടാവുമല്ലോ, അതാണ്. അത് ഞാനൊരു മാല ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പറക്കിയതാണ്. പിന്നെ ഇത് ഞങ്ങൾ ഞാറക്കൽ ബീച്ചിൽ പോയപ്പോൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന ഒരു സീനാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഫിഷ് ഫാമിലോട്ടൊക്കെ വിട്ടത്. എൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നതാണ് നസീമ ചേച്ചി. ആളെൻ്റെ ചങ്കാണ്. പിന്നെ വെള്ളയമേ കറുപ്പ പൂക്കളായിട്ട് ആ കൊട പിടിച്ച് നടക്കുന്നതാണ് അരുൺ. നസീമ ചേച്ചി കടൽ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഓടിപ്പോയി കടലിൽ തുള്ളിക്കളിക്കുന്ന വലിയ പുഴുവായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നസീമ ചേച്ചി മാത്രമല്ല ഞങ്ങളും പോയിട്ടോ കടലിൽ. നല്ല ഒരു ചിൽ മോഡായിരുന്നു സംഭവം. നന്നായിട്ട് ഞങ്ങൾ സന്തോഷിച്ചൊരു ദിവസം കൂടിയായിരുന്നു അന്ന്. ഓഫീസിൻ്റെ കുറച്ച് സ്ട്രെസ്സിൽ നിന്നൊക്കെ മാറി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് മട്ടാഞ്ചേരി ജൂത തെരുവിലേക്കാണ് പോയത്. അപ്പോൾ ആ ജൂത തെരുവിൽ 2 സൈഡിലുള്ള കടകളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾക്ക് സത്യം പറഞ്ഞ ഒരു സാധനം മേടിക്കാൻ പറ്റില്ല. ആ ഡ്രസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1000 രൂപീസിലാണ്. പിന്നെ ഞാൻ കുറേ കമ്മലുകളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടി. പിന്നെ ഞങ്ങൾ പോയത് ഒരു പെർഫ്യൂം ഷോപ്പിലാണ്. അത് അവിടെ തന്നെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് വെറൈറ്റി പെർഫ്യൂംസൊക്കെ ഇവിടെ ഉണ്ട്. ഫിലിം സ്റ്റാർസൊക്കെ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് തരത്തിലുള്ള ഊതുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ കുറേ നേരം നിൽക്കും. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എന്തോ 500 രൂപീസാണെന്ന് തോന്നുന്നു 50 മില്ലിക്ക്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 50 മില്ലിക്ക് 500 രൂപീസാണ്. എല്ലാത്തിനും റേറ്റ് സെയിം ആണ്. അപ്പം അതിന് ഞങ്ങളുടെ സാറ് ഒരു 50 മില്ലിയുടെ റോസിൻ്റെ ഫ്ലേവറാണെന്ന് തോന്നുന്നു, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് ലുലു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ലുലു മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരിട്ട്
വീട്ടിലോട്ട് ഞങ്ങളുടെ പോയി. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ആ ട്രിപ്പ് അവസാനിക്കുകയാണ് ഗൈസ്. നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു അത്. നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ ഡേ. ഇപ്പോൾ ഓർക്കുമ്പോൾ മനസ്സിൽ സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരയ്ക്കും. എല്ലാവർക്കും ബൈ ബൈ.